Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്ററിൽ സപ്ലി ലഭിക്കുകയാണെങ്കിൽ ഒരു വർഷം പോകുമോ? നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ സപ്ലി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കോഴ്സ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തേർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോർത്ത് എക്സാം കഴിയുന്നേക്കാൾ മുമ്പ് വീണ്ടും ഒരു അവസരം കിട്ടി അതിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ടോ? ബാർകോഡ് ബേസ്ഡ് അല്ലേ സിസ്റ്റം? സോ ഒരുപാട് കുട്ടികൾ ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. തേർഡ് സെമസ്റ്റർ MCOMലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഈ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ഈ 2 സെമസ്റ്ററുകളിൽ നമുക്ക് സപ്ലിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ നോ പ്രോബ്ലം, നിങ്ങളുടെ 4th സെമസ്റ്റർ കഴിയുന്നേക്കാൾ മുമ്പ് തന്നെ അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ കിട്ടും എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടും അവിടെ ക്വിക്കായിട്ട് കിട്ടും. നമുക്കറിയാം ബാർകോഡ് ബേസ്ഡ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ എക്സാം എഴുതി ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ സപ്ലി കിട്ടിയാൽ ഒരു പ്രോബ്ലം അവിടെ വരുന്നില്ല. നിങ്ങളുടെ ഇയേഴ്സ് അവിടെ പോകുന്നില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയും, നമ്മൾ സേഫാണ്. ബട്ട് തേർഡ് സെമസ്റ്ററിലും 4th സെമസ്റ്ററിൽ ഈ 2 സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് സപ്ലി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വേഗം, ബാർകോഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ തേർഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ വരും. ബട്ട് എക്സാം വരണമെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു വർഷം അവിടെ പോകും. ഇപ്പോൾ പല കുട്ടികളും നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നെറ്റിൻ്റെ കേസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നെറ്റിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ MCOM ഉണ്ടാകണം എന്നുള്ള ഒറ്റ കാര്യമാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, ജോലിക്ക്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുകയാണ്, തേർഡ് ആൻഡ് ഫോർത്ത് കളിക്കണ കളിയല്ല. നിങ്ങൾക്ക് സപ്ലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം പോകും. ദെൻ അത് മാത്രമല്ല, തേർഡ് ആൻഡ് ഫോർത്തിലാണ് വലിയ പേപ്പേഴ്സ് ഉള്ളത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് പേപ്പർ വളരെ ടഫസ്റ്റ് പേപ്പറാണ്. ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 4th സെമസ്റ്ററിൽ ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. സോ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സപ്ലി ഒന്നും ഇല്ലാണ്ട് നമ്മുടെ MCOM ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റഡി ടിപ്സിൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.